ഗുഡ് മോർണിംഗ് എവരി വൺ. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് WAY മെമ്പർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് WAYനെ കുറിച്ചിട്ടാണ്, അല്ല വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് WAY മെമ്പർ. ഒരു WAY മെമ്പർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റാണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് സ്ട്രെങ്തൻ ദി ഹ്യൂമൻ റൈറ്റ്സ് ലോക്കലി, റീജിയണലി ആൻഡ് ഇൻ്റർനാഷണലി. അതായത് മനുഷ്യാവകാശങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അത് ലോക്കലി ആയിക്കോട്ടെ, റീജിയണലായിക്കോട്ടെ, ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ. അപ്പോൾ ലോക്കൽ ലെവലും റീജിയണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലും മനുഷ്യാവകാശം എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് റിസീവിങ് ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് ഫ്രം ഓൾ ദി ഇവൻറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ ദി WAY ആൻഡ് ദി റിപ്പോർട്ട്സ് ഓഫ് WAY ആക്ടിവിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് റിസീവിങ് ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടും, ബെനിഫിറ്റുകളാണ്. നമ്മൾ വേൾഡ് അസംബ്ലി ഓഫ് യൂത്തിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്, അത് ഇൻ്റർനാഷണൽ ലെവലായിക്കോട്ടെ, റീജിയൻ ആയിക്കോട്ടെ, ലോക്കൽ ആയിക്കോട്ടെ, റൂറൽ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ അതവിടെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് കിട്ടും. WAY ഓർഗനൈസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. നെക്സ്റ്റ് സ്പീക്കിംഗ് ആൻഡ് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് ഡിസിഷൻ മേക്കിംഗ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ. നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഡിസിഷൻ മേക്കിങ്ങിന് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. കാരണം വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് ആണ്, ഒരു ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും അല്ല യൂത്ത് കൗൺസിൽസാണ് ഇതിലെ മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലെ ഡിസിഷൻസിനൊക്കെ നമുക്ക് നമ്മുടെ ശബ്ദം ഉയർത്താനായിട്ട് സാധിക്കും. പിന്നെ കോൺട്രിബ്യൂട്ടിങ് ഇൻ ദി ടോക്കിംഗ് ഓഫ് യൂത്ത് ഇഷ്യൂസ് ത്രൂ ക്യാമ്പയിൻ, ഡയലോഗ് ഓർ എനി അതർ ആക്ടിവിറ്റീസ്. അതായത് യൂത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ക്യാമ്പയിൻ, അതുപോലെ ഡയലോഗ്, എനി അതർ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പറഞ്ഞ സബ്സ്ക്രൈബിങ് WAYൻ്റെ പബ്ലിക്കേഷൻസ് ഉണ്ട്, പ്രസ് റിലീസ്, ബുള്ളറ്റിന്, ജേർണൽസ് ഒക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പറ്റും, അത് നമുക്കൊരു ബെനിഫിറ്റാണ്. പിന്നെ ഇൻവിറ്റേഷൻ ഓഫ് ഓൾ ഇവൻറ്റ്സ് ഓർഗനൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബൈ WAYയുമായിട്ട് സഹകരിച്ചിട്ട് ആരെങ്കിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവിറ്റേഷൻ, ക്ഷണം നമുക്ക് കിട്ടും. നെക്സ്റ്റ് പറഞ്ഞ ഗെറ്റിംഗ് അപ്ഡേറ്റ് ആൻഡ് ഓൾ ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ്, റിപ്പോർട്ട്, സർവേസ് ആൻഡ് ന്യൂസ് പെർട്ടൈനിങ് ടു യങ് പീപ്പിൾ ആൻഡ് ദി ഇഷ്യൂസ് ദേ ഫേസ്. അല്ലെ യങ് പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ഓക്കെ, അത്തരത്തിലുള്ള അവരുടെ പ്രോഗ്രാംസ്, സർവേ റിപ്പോർട്ടുകൾ, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടും. പിന്നെ WAYയുമായി സഹകരിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്താൻ ഉദ്ദേശിച്ച് അവർ ആ പ്രോഗ്രാമിന് നമുക്ക് ഫണ്ട് സ്പോൺസർ ചെയ്യാനായിട്ട് മറ്റേ ഏതെങ്കിലും രീതിയിലുള്ള അസിസ്റ്റൻസ് നമുക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇൻ്റർനാഷണൽ ലെവലിലാണിത്. അപ്പോൾ ഒരു സാധാരണ ഒരു മെമ്പർ, ഒരു നാഷണൽ യൂത്ത് കൗൺസിലിനെ സംബന്ധിച്ചോളം ഇത്രയും കാര്യങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബെനിഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ വലിയ ബെനിഫിറ്റാണ്. അല്ല അവരുടെ ഔട്ട്കം ഡോക്യുമെൻറ്റ്സ് റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാലും, ഇൻവിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാലും, ഇൻ്റർനാഷണൽ ലെവലിൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അതിന് പങ്കാളിയാവുക എന്ന് പറഞ്ഞാലും, പിന്നെ അവരുടെ ജേർണൽസും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാലൊക്കെ വലിയൊരു നേട്ടം തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഓൺ റിസീവിങ് റിപ്പോർട്ട്സ് ഓൺ നാഷണൽ യൂത്ത് കൗൺസിൽസ് ആൻഡ് UN ഏജൻസീസ് പോളിസീസ് റിലേറ്റഡ് യൂത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ടുകൾ യൂത്ത് കൗൺസിൽസിൻ്റെയും അതേപോലെ UN ഏജൻസീസിൻ്റെയും ഒരുപാട് ഏജൻസീസ് നമ്മൾ പറഞ്ഞല്ലോ, UNICEF, WHO, ILO, UNESCO, UNEP കുറേ പറഞ്ഞു നമ്മളല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഏജൻസീസിൻ്റെ റിപ്പോർട്ട്സ് കാര്യങ്ങൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആരാണെങ്കിൽ ബെനിഫിറ്റ് ഓഫ് ബീയിങ് WAY മെമ്പർ. നമ്മളൊരു WAY മെമ്പർ ആണെങ്കിൽ നമുക്ക് ഇത്രയും ബെനിഫിറ്റുകൾ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇനി കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഡ്യൂട്ടീസ് ഓഫ് ബീയിങ് WAY മെമ്പർ. നമുക്ക് WAY മെമ്പറിൽ ഞാൻ പറഞ്ഞു മെമ്പറായ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ ഗുണങ്ങളുള്ളതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടീസ്, നമ്മൾ ചെയ്യേണ്ട കടമകളുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ടു സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട്, പബ്ലിക്കേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ യൂത്ത് ആൻഡ് റെലവൻറ്റ് ഇഷ്യൂസ് ദെയർ റെസ്പെക്റ്റീവ് കൺട്രി ആൻഡ് റീജൻ. നമ്മൾ ഏത് രാജ്യത്തിനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യത്തെയാണോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കുന്നത്, ഏത് രാജ്യത്തെ യൂത്തിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ യൂത്ത് ഫേസ് ചെയ്യുന്ന അവരുടെ നമ്മളൊരു പഠനം നടത്തും, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വെറുതെ നമ്മൾ പോയിട്ട് ഒരു പഠനം, ഇത്രയും ആളുകൾ യൂത്ത് വളരെ അൺഎംപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് തൊഴിലില്ല എന്നുള്ള രീതിയിൽ വെറുതെ നമുക്ക് കള്ളക്കണക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, നമ്മൾ വളരെ രീതിയിൽ സർവേസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വർഷത്തിൽ റിപ്പോർട്ട് കൊടുക്കണം, എത്ര ആളുകൾ ഇവിടെ എന്തൊക്കെ ഇഷ്യൂസാണ് യൂത്ത് കാരണം യൂത്താണ് മെയിൻ നമ്മുടെ ഫോക്കസ് അല്ല, അതിനാണ് WAY ഉള്ളത്, വേൾഡ് അസംബ്ലി ഓഫ് യൂത്ത് ഉള്ളത്. അപ്പം യൂത്ത് എന്തെല്ലാം ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്നത് അത് നമ്മളവിടെ റിപ്പോർട്ട് കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. കാരണം നമ്മളത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷിച്ച റിപ്പോർട്ട് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ പറഞ്ഞ ടു അപ്ഡേറ്റ്, അതൊരു ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറഞ്ഞ ടു അപ്ഡേറ്റ്
കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് ടു എ വൈ ഹെഡ് ക്വാർട്ടേഴ്സ്. അതായത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ എവിടേക്ക് സെൻഡ് ചെയ്യണം, WAYൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം. അത് അപ്ഡേഷൻ വല്ലതുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞ ടു അറ്റൻഡ് WAY ഇവൻറ്റ്സ് ബോത്ത് നാഷണൽ, റീജിയണൽ, ഇൻ്റർനാഷണൽ ലെവൽ ഓർഗനൈസ്ഡ് ബൈ WAY. അതായത് WAY നടത്തുന്നതോ അല്ലെങ്കിൽ WAYയുമായി സഹകരിച്ച് മറ്റാരെങ്കിലും നടത്തുന്നതോ ഉള്ള പ്രോഗ്രാമുകൾ, റീജിയണൽ ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ, നാഷണൽ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അതിനകത്ത് ഇവൻറ്റ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ടു ഇൻഫോം WAY അബൌട്ട് ദെയർ ഇവൻറ്റ്സ് ഓർ ആക്ടിവിറ്റീസ് ഓർഗനൈസ്ഡ് ബൈ ദം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. അബൌട്ട് ദെയർ, അവരുടെ പരിപാടികളെ കുറിച്ചും മറ്റൊക്കെ നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. നെക്സ്റ്റ് ടു ഫെസിലിറ്റേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദി നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് യൂത്ത് ഇൻ ദെയർ കൺട്രി ആൻഡ് റീജിയൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് യൂത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അവിടെ അറിയിച്ചിരിക്കണം. നെക്സ്റ്റ് എന്താ പറയുക, ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് എല്ലാതും വരുന്നത്. കൊളാബറേറ്റ് ചെയ്യുക, റീജിയണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലും ആ WAY പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റീജിയണൽ അതിൽ ലോക്കലോ നാഷണലോ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാതും ഒരേപോലെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂത്തിനിടയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പറഞ്ഞിരിക്കണം. നെക്സ്റ്റ് ടു പ്രൊമോട്ട് ദ ഇന്റർചേഞ്ച് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് ഫോർ ദി പർപ്പസ് ഓഫ്, അതായത് ഒരുപാട് രാജ്യങ്ങളുണ്ടാവും അല്ല, അപ്പോൾ ആ രാജ്യങ്ങൾ ഓരോ ഇന്ത്യക്കുള്ള ഐഡിയാസ് ആവില്ല ചിലപ്പം പാകിസ്ഥാനുള്ളത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഐഡിയാസ് ആവില്ല ചൈനക്കുള്ളത്, ചൈനൻ്റെ ഐഡിയാസ് ആവില്ല മറ്റേതെങ്കിലും രാജ്യത്തിനുള്ളത് അല്ലേ. അപ്പം അങ്ങനെ രാജ്യങ്ങൾക്കിടയിൽ അവരുടെ ഐഡിയാസ് അവരെന്ത് ചെയ്യണം, ഷെയർ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഐഡിയാസ് മറ്റുള്ളവർക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം, ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിനും കൂടി ഒരു പ്ലാറ്റ്ഫോമാണ് ഏത് WAY. ഓക്കെ. അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നിറവേറ്റിയിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞത് വളണ്ടിയേഴ്സ് നമുക്കറിയാം അല്ലേ. നമ്മൾ വളണ്ടിയർ എന്ന് പറഞ്ഞാൽ വളണ്ടർലി അല്ലെ, നമ്മൾ സ്വമേധയാ അല്ലേ. അപ്പം ഈ വളണ്ടിയറിനെ വാർത്തെടുക്കുക എന്നുള്ളത് WAYൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോളാണ്. കാരണം നമ്മുടെ രാജ്യത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട് അല്ലേ. അപ്പം സന്നദ്ധ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ അവർ മനസ്സറിഞ്ഞിട്ട് ചിലപ്പോൾ അവരൊരു ഏണിങ്സ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ റിവാർഡ് ഒന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. അവർ ആ സർവീസ് അവർ ചെയ്തു കൊടുത്താൽ മറ്റുള്ളവർക്ക് അതൊരു ബെനിഫിറ്റ് ആയി എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കും. അപ്പം വളണ്ടിയേഴ്സിനെ വാർത്തെടുക്കുക, അങ്ങനെ യൂത്തിനിടയിൽ എന്ത് ചെയ്യുക, ആളുകളെ മടിയന്മാരായിരുത്താതെ സന്നദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർ കൂട്ടത്തോടെ ഓരോ ആളുകൾ വരുമ്പോൾ അവർക്കിടയിൽ ഒരുപാട് ഐഡിയാസ് കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ വികസിപ്പിച്ചെടുത്ത് വലിയ പദ്ധതിയാക്കി മാറ്റുക. അതൊക്കെയാണ് ഈ WAY ഈ വളണ്ടിയേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരും വെറുതെ ഇരുത്താതെ എന്ത് ചെയ്യാം, എല്ലാവരും യൂത്തിനെ ഒരുമിപ്പിക്കുക. യെസ്, അതാണ് ടുഗദർ. ദ മെയിൻ എയിം ഓഫ് WAY ഈസ് ടു ബ്രിങ്ങിങ് ടുഗദർ ദി യൂത്തിനെ എന്ത് ചെയ്യുക, ഒരുമിപ്പിക്കുക എന്നാണ്. ഡിഫറെൻ്റ് ഏജ്, വ്യത്യസ്ത വയസ്സിലുള്ള ആളുകളായിരിക്കും, ദെൻ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളായിരിക്കും, എത്തിക്സ് ഗ്രൂപ്പുള്ള ആളുകളായിരിക്കും, ഇൻകം ലെവലിൽ മാറ്റം ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ ലെവലിൽ മാറ്റം ഉണ്ടായിരിക്കും ഒക്കെ. അപ്പോൾ നമ്മളവിടെ ഒന്നും വ്യത്യാസം കാണില്ല, എല്ലാവരും ഒരുമിപ്പിക്കുക. നമ്മളെല്ലാവരും അവന് 40 വയസ്സിന് മുകളിലുള്ള അവർ വേറെ ഗ്രൂപ്പ്, അവന് ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇവൻ എഞ്ചിനീയർ, ഇവൻ ടീച്ചറാണ്, അല്ലെങ്കിൽ ഇവന് വെളുത്തവനാണ്, ഇവൻ കറുത്തവനാണെന്നുള്ള ഒരു നമ്മൾ കളറോ അല്ലെങ്കിൽ ജെൻഡറോ അല്ലെങ്കിൽ ഇൻകോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷനോ അതൊന്നും അവിടെ റിലീജിയനോ ഒന്നും അവിടെ ഒരു പ്രസക്തി ഇല്ലാതെ ഒന്നും നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, യൂത്തിനെ ഒരുമിപ്പിക്കുക. അതാണ് ഈ വോളണ്ടിയർ സർവീസ് കൊണ്ട് ഇവരെന്ത് ചെയ്യണം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ യൂത്തിനെ എന്ത് ചെയ്യുക, ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഓക്കെ. എന്നിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇത്തരം വോളണ്ടിയർ സർവീസ് ചെയ്യുന്ന യൂത്തിന് വളരെ ബെറ്റർ പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഗോൾസിൽ പറയുന്നുണ്ട്, ഈ വോളണ്ടിയർ സർവീസിൻ്റെ ഗോൾസിൽ പറയുന്നുണ്ട് അവർക്ക് അവരുടെ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് മെയിൻ. അതായത് കമ്മ്യൂണിറ്റീസിന് വ്യത്യസ്ത കമ്മ്യൂണിറ്റിയുള്ള ആളുകളായിരിക്കുമല്ലോ, അവർക്ക് തമ്മിൽ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, പരസ്പരം കൂട്ടത്തോടെ വർക്ക് ചെയ്യാനായിട്ടുള്ള. പിന്നെ അതുപോലെ എംപവർ വോളണ്ടിയേഴ്സ് ടു എനേബിൾ ദം ടു മേക്ക് ഇൻഫോംഡ് ചോയ്സസ് അബൌട്ട് വോളണ്ടിയർ ആക്ടിവിറ്റീസ്, ദെൻ എനേബിൾ വോളണ്ടിയേഴ്സ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് മൊത്തം വളണ്ടിയേഴ്സിനാണ് വിട്ടുകൊടുത്തതാണ്.
അതായത് അവരെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾസ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉന്നമനം. വളണ്ടിയേഴ്സ് എന്ത് ചെയ്യുക, അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഉന്നതമായ രീതിയിലേക്ക് എത്തിക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതാണ് മെയിൻ, ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അവർ എല്ലാവരും പല തട്ടിലുള്ള ആളുകളെയും വിളിച്ച് കൂട്ടിയിട്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കലാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുന്നതിനേക്കാളും, ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾ കുറച്ച് ക്യാഷ് കൊടുക്കുന്നതിനേക്കാൾ ചിലപ്പം അവർ കഴിവുള്ള ആളാണെങ്കിൽ അവർക്ക് ഒരു അവസരം കൊടുക്കുന്നതാവും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക, അല്ലേ? ചിലപ്പം ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് കൊണ്ട് ചിലവായി പോകും. പക്ഷെ ഒരു അവസരം, ജോബോ എന്തോ ആയിക്കോട്ടെ, ഒരു അവസരം, അവരുടേതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മൾ അവർക്ക് മുന്നിൽ നമ്മൾ എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം അവർക്ക് സന്തോഷം ഉണ്ടാകും. കാരണം അവർക്ക് ചിലപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ ത്രൂ ഔട്ട്, അല്ലേ, അവരുടെ ത്രൂ ഔട്ട് ദി ലൈഫ് ചിലപ്പം ആ അവസരം അവർക്ക് ഒരു വലിയൊരു സമ്പത്തായി മാറും, അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവസരം കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ WAYൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ യൂത്ത്. അറിയാം, യൂത്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ വളരെ രീതിയിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിൽ അതിന് നല്ല വശം ഉണ്ടാവും, ചീത്ത വശം ഉണ്ടാവും, അല്ലേ? അപ്പം വളണ്ടിയർ സർവീസ്, വളണ്ടിയർലി സ്വമേധയാ ഒരു ബെനിഫിറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ, റിവാർഡ് എക്സ്പെക്ട് ചെയ്യാതെ സ്വമേധയാ വന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കലാണ് WAYൻ്റെ ഈ വളണ്ടിയർ സർവീസ് കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു WAY മെമ്പറായി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് പറഞ്ഞു, അതുപോലെ അവർക്കുള്ള കടമകൾ, ഡ്യൂട്ടീസ് പറഞ്ഞ്, പിന്നെ വോളണ്ടിയർ സർവീസ് എന്താണെന്ന് പറഞ്ഞു, അവരുടെ ഗോളും പറഞ്ഞു. അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.